കാട്ടാക്കട കോട്ടപ്പുറം ജിയോ പെട്രോൾ പമ്പിന് സമീപം പെരുമ്പാമ്പിനെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് നാട്ടുകാർ പെരുമ്പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ സ്നേക്ക് റെസ്ക്യൂവർ മുതിയാവിള രതീഷിനെ വിവരം അറിയിക്കുകയും രതീഷ് സ്ഥലത്തെത്തി 1.5 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ പെരുമ്പാമ്പിനെ പിടികൂടുകയും ചെയ്തു. പമ്പിൻ്റെ അവിടെ ഒരു പെരുമ്പാമ്പിനെ കണ്ടെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് നോക്കി, ഭയങ്കരമായ കാടായിരുന്നു. അതിന് കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു. ഞാൻ വന്ന് നോക്കി അവസാനം 5 ഷീറ്റ് ഉണ്ടായിരുന്നു. ബാക്കി കാടൊക്കെ നോക്കി. ആ ഷീറ്റ് പൊക്കിയപ്പോൾ പെരുമ്പാമ്പ് ഒരു ഹോളിലോട്ട് കയറിക്കൊണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാലി പിടിച്ചു. ഏകദേശം 1/2 മണിക്കൂറോളം എൻ്റെ വാലിൽ പിടിച്ചു വെച്ചിരുന്നു. ഏകദേശം ഒരു 15 കിലോയോളം ഭാരം വരും. ആൺ പാമ്പാണ് പെരുമ്പാമ്പ്. ഒരു റാറ്റ് സ്നാക്കിനെ കിട്ടിയിട്ടുണ്ട്. റിംഗ് സ്നാക്ക് എന്ന് പറയും, കാട്ടുപാമ്പ് എന്നൊക്കെ പറയും. അതാണ് കൂടെ കിട്ടിയത്. ഇത് ഏകദേശം ഒരു 8 അടി നീളം വരും. 8 അടി നീളവും വരും, 15 കിലോ അടുപ്പിച്ച് ഭാരവും വരും. പെരുമ്പാമ്പ് ഓർമ്മയില്ല, പക്ഷെ പിടിച്ചതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പിടിച്ച ഈ പെരുമ്പാമ്പാണ്. നല്ല ആഹാരമില്ല ഇതിനിപ്പോ, ആഹാരമില്ല. പിന്നെ നമ്മളെ നാട്ടിൻ പ്രശ്നങ്ങളാണ് എലി കൂടുതലുള്ളത്, എലി പെരിച്ചാഴിയെ കൂടുതലുള്ളത്. അങ്ങനെ ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടിയ ആഹാരമൊക്കെ എലിയാണ്, എലി പെരിച്ചാഴിയാണ്. കോഴി അതിനെ നമ്മൾ കാട്ടിൽ കൊണ്ട് വിട്ടാലും അവിടെ കിടക്കണമെന്നില്ല, അത് വീണ്ടും പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. കാരണം ഉൾവലങ്ങളിൽ ഇപ്പൊ ചൂടും അതൊക്കെ ആഹാരങ്ങളില്ല. പിടിച്ചതിനെ പരുത്തിപ്പള്ളി ഫോറസ്റ്റിൽ കൊണ്ട് എത്തിക്കും. ഒരാഴ്ചക്കകത്ത് ഒരു പാമ്പിനെ കണ്ടതായിട്ട് ഈ നാട്ടുകാർ പലരും പറഞ്ഞു, കടക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പാമ്പിനെ കണ്ടതായിട്ട്. ഞാനിപ്പോൾ വൈകുന്നേരം രാത്രി ഒരു 8 മണിയോടുകൂടി ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ ഈ പാമ്പ് ഏകദേശം റോഡിൻ്റെ നടുക്ക് വരെ എത്തി. ഞാൻ അല്പം ഭയത്തോടുകൂടി ഒരു കല്ലെടുത്ത് പാമ്പിനെ എറിഞ്ഞു. പാമ്പിൻ്റെ ദേഹത്ത് കൊണ്ടില്ല, പക്ഷേ പാമ്പ് പെട്ടെന്ന് തിരിച്ചു. ഇത് പെരുമ്പാമ്പാണോ എന്താണെന്ന് എനിക്ക് അപ്പോഴും അറിഞ്ഞുകൂടായിരുന്നു. ഉടൻ തന്നെ ഇവരെ വിളിക്കാൻ ഒരു സംവിധാനം ഒരുക്കി. എന്തായാലും ഇത് കിട്ടിയത് വളരെ ഭാഗ്യമായി.